കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നിലയ്ക്കും നമുക്ക് ഇത് കേരളത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, കേരളം ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്, അത് 5 കൊല്ലം കൊണ്ട് പിശാചിൻ്റെ ശൈത്താൻ നാട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു സംശയവും വേണ്ട. കാരണം 1000-ൽ നിന്ന് 1600 രൂപയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ കൂട്ടി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഇപ്പോഴും കൊടുക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാക്സിൽ നിന്നെടുത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡുണ്ടാക്കിയതിന് അവസാനം ടോൾ പിരിക്കേണ്ടി വന്നൊരവസ്ഥയിൽ ഐസ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറയേണ്ടി വന്നു. മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. മൊത്തം ഇവിടെ സ്റ്റാർട്ടപ്പിന് കൊടുത്തിട്ടുള്ള ഫണ്ടിങ്ങിൽ 1% പൂട്ടിപ്പോയി, മറ്റൊരു ശതമാനം ഉടനെ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ആഗോള നിക്ഷേപ സംഗമമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരു സംശയം വേണ്ട, 2009 പഞ്ചായത്തുകളടക്കം കൂട്ടിയിട്ട്, ഞാനന്ന് കേരള ചേംബറിൻ്റെ ഡയറക്ടറാണ്, ഞാനന്ന് ഈ പറഞ്ഞ ഫോക്കസ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചേംബർ നേതൃത്വത്തിൽ ഞങ്ങൾ ആഗോള സംഗമം നടത്തിയതാണ്. 2700 കോടിയുടെ ഒരു നിക്ഷേപം ഇവിടെ പല കമ്പനികൾ പലതുമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാനായിരുന്നു എൻ്റെ ചാർജ്. അന്ന് എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ സർക്കാരുമായി സഹകരിച്ചിട്ടാണ് ചെയ്തത്. പഞ്ചായത്തുകളെ കൂട്ടി, കാരണം പഞ്ചായത്തിൽ പല സ്ഥലങ്ങളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല ഏതെങ്കിലും ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ വരാനും പഞ്ചായത്ത് സഹായിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടക്കം അതിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് പോലും ആ 2700 ഡോക്യുമെൻ്റ് MOU സൈൻ ചെയ്തിട്ട് പോലും 10 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതും മറ്റൊരു സംഗമമായി തീരുമെന്നല്ലാതെ ആവുന്നുണ്ടാകുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എലപ്പുള്ളിയിൽ. ഇപ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞു. ഒരു ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ്, പ്ലാൻ എല്ലാം അടക്കം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് സാങ്ഷൻ കിട്ടുന്നു. ഇനി അതല്ലെങ്കിൽ അല്ലാതെ തുടങ്ങുന്ന ഇൻഡസ്ട്രിക്ക് 3 വർഷത്തിനുള്ളിൽ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ വാങ്ങിച്ചാൽ എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അത് എലപ്പുള്ളിയിൽ വന്നപ്പോൾ നമുക്ക് ആലോചിക്കാം. എലപ്പുള്ളിയിൽ ഒരു മലബാർ ഡിസ്റ്റിലറീസ് അവിടെ ഓൾറെഡി ഉണ്ട്, പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്, സർക്കാരിൻ്റെയാണ്, അതിന് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് എലപ്പുള്ളിയിൽ പുതുതായിട്ട് ഒയാസിസിന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനത്തിനല്ലേ ആദ്യം അവിടെ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ, അതിനല്ലേ ആദ്യം ഈ കുടിവെള്ളം കൊടുക്കേണ്ടത്. കൊടുക്കാൻ കഴിയാത്ത ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എലപ്പുള്ളിയിൽ. പക്ഷേ ഞങ്ങൾ പറയുന്നു ഇത്തരത്തിൽ ഇൻഡസ്ട്രി ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. കാരണം 97% ലിക്കറും പുറത്തുനിന്ന് വരുന്നു. ആ 97% ലിക്കർ വരുമ്പോൾ അതിൻ്റെ ബെച്ച്മാർക്കാ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ, അതായത് കർണാടകയോ തമിഴ്നാടോ ആന്ധ്രയോ മഹാരാഷ്ട്രകൾക്കാണ്. ഇതിൻ്റെ ടാക്സ് അവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള വിൽക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രം, ടാക്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇൻഡസ്ട്രിയലായിട്ട് നമുക്ക് മെച്ചമില്ല, തൊഴിലവസരം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ എലപ്പുള്ളിയിലെ ഒയാസിസ് വരികയാണെങ്കിൽ 4000 ആൾക്ക് തൊഴിൽ കിട്ടുമെന്ന് പറയുന്നു. വളരെ വ്യക്തമായിട്ട് കണക്കുകൾ വന്നിട്ടുള്ള. പക്ഷെ കുടിവെള്ളമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴവെള്ളം കിട്ടുന്ന സ്ഥലം 6 മാസത്തോളം മഴ ഇല്ലേ? മഴ പെയ്യുമ്പോൾ 44 മുതൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. ഇത് നേരെ വെള്ളപ്പൊക്കം അടക്കം ഉണ്ടായിക്കൊണ്ട് നേരെ കടലിൽ പോവാണ്. അതിൻ്റെ മുഖ്യ പ്രശ്നം എന്താ? ഈ പുഴയിലെ ചെളിയോ മണലോ മാറ്റുന്നില്ല. പുഴയിൽ വെള്ളത്തിൽ നിൽക്കാനുള്ള സ്ഥലമില്ല, മറ്റു പല സ്ഥലം നമ്മൾ ഫില്ല് ചെയ്യുകയും ചെയ്തു. പക്ഷേ മണൽ വാരുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പാറമടകൾക്ക് ലീസിന് സ്ഥലം കൊടുത്ത് എംസാൻഡിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മണൽ വാരിൽ പാരിസ്ഥിതിക കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തലാക്കിയതല്ലേ. ഇവിടെ ഞാൻ കോട്ടക്കലിൽ മത്സരിച്ചപ്പോൾ എനിക്കറിയാം കോട്ടക്കൽ മണ്ഡലത്തിലെ കംപ്ലീറ്റ് ഇതുള്ള മറ്റ് പഞ്ചായത്തുകളിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ കുടിവെള്ള വിതരണം നടത്താറുള്ളൂ. അതും കച്ചവടമാണ്. എല്ലാ പഞ്ചായത്തുകളും ഇത്തരത്തിൽ കുടിവെള്ളം ടാങ്കറിൽ കൊടുത്ത് അതിൻ്റെ മെമ്പർമാർക്കടക്കം വരുമാനങ്ങളുണ്ട്. അതൊരു കച്ചവടമാണ്. പക്ഷേ കോട്ടക്കലിൽ ജനുവരി മുതൽ കൊടുക്കണം. കോട്ടക്കലിലെ ഭൂപ്രതി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 5 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും ഓരോ വണ്ടികൾ വെച്ച് ടാങ്കറിൽ വെച്ചിട്ടാണ് ഞാനവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാനായിട്ട് അവിടെ
ജനുവരിയിൽ തുടങ്ങിയാൽ ജൂണും കഴിഞ്ഞിട്ടേ കുടിവെള്ളത്തിൻ്റെ ഇത് പ്രശ്നം തീരുള്ളൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ 2 അതിർത്തികളിൽ പുഴകളില്ലേ? ഇങ്ങേയറ്റത്ത് വന്നാൽ നമുക്കറിയാം, നമ്മുടെ മലപ്പുറത്തിൻ്റെ ബോർഡറിൽ വന്നിട്ട് പുഴയുണ്ട്, അപ്പുറത്ത് കുറ്റിപ്പുറം ഭാരതപ്പുഴയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ പുഴകളിലെ മണൽ മാറ്റിക്കഴിഞ്ഞ് 5 കിലോമീറ്ററിൽ തടയണ സൃഷ്ടിച്ചാൽ ഈ എല്ലാ പഞ്ചായത്തുകൾക്കും ഈ വരുമാനം കൊണ്ട്, മണൽ വാരുന്ന വരുമാനത്തിൽ നിന്നും കുടിവെള്ള പദ്ധതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ 5 കൊല്ലത്തിനുള്ളിൽ ഈ എല്ലാ പഞ്ചായത്തിലും ടാങ്കർ ലോറികളിൽ ഇത്തരം വെള്ളം കൊടുക്കുന്നതിന് മാറ്റാൻ പറ്റും, കുടിവെള്ള പദ്ധതിയിൽ കൊണ്ടുവരാൻ പറ്റും. സർക്കാരിന് ഒരു പൈസ പോലും ചിലവാക്കാൻ ആവശ്യമില്ല. പക്ഷേ മണൽ വാരില്ല. കാരണം എന്താ? ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടികൾക്കൊക്കെ ഉള്ള അതിനുള്ള ചെലവ് കിട്ടുന്നത് ഈ പാറമടകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നവകേരള യാത്രയുടെ കണക്ക് ചോദിച്ചപ്പോൾ അത് തഹസിൽദാർമാർ പലതും പല സ്പോൺസർഷിപ്പ് ഉണ്ട്, ഇതുവരെ കൊടുക്കാൻ പറ്റുന്ന ഇതുവരെ കൊടുത്തിട്ടില്ല അതിൻ്റെ കണക്കുകൾ. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. എല്ലാ പാർട്ടികൾക്കും വരുമാനമെന്ന് പണ്ട് ബാറിൽ നിന്നാണെങ്കിൽ ഇന്ന് ബാറുകൾക്ക് ഫീസ് കൂടിയപ്പോൾ അവർക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലൊരു വരുമാന മാർഗമായി ഈ പാറമടകൾ വയ്ക്കുന്നു. മറ്റൊന്ന്, ഐസക്ക് തന്നെ മലമ്പുഴയിലും മറ്റുള്ള ഡാമുകളിലും മണൽ വാരുന്നതിന് തീയിട്ട് തെളിയിച്ചതല്ലേ. ഇന്ന് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 30% കപ്പാസിറ്റിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു മിക്ക ഡാമുകളും. 70% മണൽ വാരിക്കഴിഞ്ഞാൽ, കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ കൂട്ടാം. മാത്രമല്ല, എലപ്പുള്ളിയിൽ നിന്ന് നേരെ ഏതെങ്കിലും ഡാമിൻ്റെ പ്രദേശത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദന ശേഷം ഇത് പുറത്ത് പുഴയിലേക്ക് തള്ളുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചൂടെ? ഇസ്മായിൽ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടുണ്ട്, പഴയ ആർക്കാരും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മ ഉണ്ടാവും. അന്ന് ചിമ്മിനി ഡാം വെച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ പ്രോജക്റ്റ് ചെയ്ത്. ചിമ്മിനി ഡാം നിങ്ങൾക്കറിയാം, നമ്മുടെ പുതുക്കാട് ആമ്പല്ലൂരിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ്. അത് ഈ ഡാം കഴിഞ്ഞ് വരുന്ന സ്ഥലങ്ങൾ പാലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം റബ്ബർ എസ്റ്റേറ്റുകളാണ്. റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുക്കൂടെ വരുന്നത്. റബ്ബർ എസ്റ്റേറ്റിന് വെള്ളം ആവശ്യമില്ല, റബ്ബറിന് വെള്ളം ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വെള്ളം വേസ്റ്റായിട്ട് പോകുന്നതാണ്. അവിടെയും ഈ ചെളി മാറ്റി ഇത്തരത്തിൽ 1 2 24 ഡാമുകളുണ്ട്. ഈ ഡാമുകളുടെ പ്രദേശങ്ങളിൽ ഇത്തരം ചെളി മാറ്റി കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് പ്രശ്നമുണ്ടോ? ഈ 97% ലിക്കർ ഇവിടെ ചിലവാകുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല 3% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ കുടിക്കാനില്ലെങ്കിൽ കുടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ മദ്യപാനം കൊടുത്തിട്ട് എന്തുണ്ടായത്? ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് പുതിയ വൈൻ ബിയർ പാർലുണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഡ്രഗ്സിലേക്ക് ആൾ പോകാതിരിക്കാൻ വേണ്ടി, കൂടുതൽ ആൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഫ്രാൻസിൻ്റെ കണക്കെടുക്കുക എന്നുള്ളത്, ഫ്രഞ്ച് വൈൻ ഇൻ വേൾഡ് ഓവർ അവർ ഈ ഫ്രാൻസാണ് ഇതിന്. മുന്തിരിയാണ് അവിടുത്തെ മുഖ്യമായ കൃഷി. കേരളത്തിൽ പൈനാപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള കശുവണ്ടിയോ ഇതെല്ലാം കർഷകർ കൂടി മെച്ചം കിട്ടില്ലേ? ഇത്തരത്തിലൊരു ഇതുകൊണ്ടുവന്നാൽ തൊഴിലവസരം സൃഷ്ടിക്കില്ലേ?